തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. 73.69 ആകെ പോളിംഗ് ശതമാനം. രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് 76.08% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടെങ്കിലും അത് കാര്യമാക്കേണ്ടതില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട്. ശക്തി കേന്ദ്രങ്ങളിൽ ഇളക്കമുണ്ടാകില്ലെന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. സുനിലേശക്കും എം കെ ഷുക്കൂറുമുണ്ട്. ആദ്യം ഷുക്കൂറിലേക്ക്. ഷുക്കൂർ, ഈ പോളിംഗ് ശതമാനം കുറവായത് എന്തുകൊണ്ടാണെന്നാണ് പാർട്ടികൾ വിലയിരുത്തുന്നത്? അജിംസ്, പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കാര്യമായി തന്നെ കുറവ് കാണുന്നുണ്ട്. കഴിഞ്ഞ കോവിഡ് കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് വലിയ കാര്യമായി ചിലരെല്ലാം പറയുന്നു. എന്നാൽ കുറച്ചുകൂടി സൂക്ഷ്മമായി വോട്ടർ പട്ടിക പരിശോധിച്ച് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തിയാൽ അങ്ങനെയല്ല. കാരണം ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു വോട്ടർ പട്ടികയാണിത്. ഇതിനകത്ത് ഒരു 1300 1400 പേരുള്ള ഒരു വോട്ടർ പട്ടികയിൽ 300 350 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് മരിച്ചവരോ അല്ലെങ്കിൽ വീട് മാറിപ്പോയവരോ ആണ്. അത് അങ്ങനെ പരിശോധിക്കുമ്പോൾ പല വാർഡുകളിലും 95% മുകളിൽ വരെ പോളിംഗ് നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് സാധ്യമായ ആളുകളെല്ലാം തന്നെ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് തന്നെ പറയാൻ കഴിയും. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യമെടുത്താൽ കഴിഞ്ഞ കോവിഡ് കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ 62% കൊച്ചി കോർപ്പറേഷൻ്റെ പോളിംഗ് ശതമാനം. എന്നാൽ ഇത്തവണ അത് 62.44 ഏതാണ്ട് 0.5% വർധനമുണ്ടാവുകയാണ് കൊച്ചി കോർപ്പറേഷൻ സംഭവിച്ചിട്ടുള്ളത്. മധ്യ കേരളത്തിൽ പൊതുവെ പോളിംഗ് ശതമാനം സംസ്ഥാനത്തിന് സമാനമായ രീതിയിൽ കുറവാണെങ്കിൽ പോലും എറണാകുളം ജില്ലയിൽ 74.57 പോളിംഗ് ശതമാനം. അത് താരതമ്യേന കൂടിയ ഒരു പോളിംഗ് ശതമാനമാണ്. ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും അധികം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ്. എന്തായാലും വലിയ തോതിലുള്ള ഒരു മത്സരം എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട്. കൂടുതൽ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. 75,000-ന് മുകളിൽ സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്താകെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അതുമാത്രമല്ല, ചില പ്രത്യേക ഘടകങ്ങൾ BJP പരമാവധി സീറ്റുകളിൽ മത്സരിക്കാൻ ശ്രമിച്ചു. അവർ വളരെ കുറഞ്ഞ സീറ്റുകളിൽ മാത്രമേ അവർ മത്സരിക്കാതിരുന്നിട്ടുള്ളൂ. ഒപ്പം തന്നെ SDPI ഏതാണ്ട് 1900-ഓളം വാർഡുകളിൽ അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പരമാവധി സ്ഥാനാർത്ഥികൾ വരുന്ന അത്രയും വർക്ക് അല്ലെങ്കിൽ ഫീൽഡ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് വഴി കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി എന്ന് തന്നെ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഇടതുപക്ഷം നടത്തിയ പ്രചണ്ഡമായ പ്രചരണം ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തന്നെ ഉള്ള വികസന കാര്യങ്ങൾ ഉന്നയിച്ചും കൂടി അവർ നടത്തിയ പ്രചരണം വലിയ തോതിൽ ആളുകളെ ആകർഷിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ പോളിംഗ് ശതമാനത്തിൽ പ്രതിഫലിക്കേണ്ടതാണ് സ്വാഭാവികമായും. അതെല്ലാം തത്വത്തിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട്, പ്രയോഗത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. എന്നാൽ അത് രേഖയിൽ കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അത് പലരും പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശുദ്ധീകരിക്കപ്പെടാത്ത പട്ടികയാണ്. അതുകൊണ്ടാണ് ഇത്ര ശതമാനം എന്ന രീതിയിൽ നമുക്ക് ഈ പോളിംഗ് പെർസെൻറ്റേജ് പ്രായോഗികമായി സംഭവിച്ച അത്രയും കാണിക്കാൻ കഴിയാത്തത്. ഒപ്പം എന്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയങ്ങളായിരുന്നത് എന്ന് ചോദിച്ചാൽ മധ്യ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിന്ന ഒന്ന് ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല സ്വർണ്ണപ്പാളിയും അവിടെ നടന്ന കൊള്ളയും തന്നെ പ്രധാനപ്പെട്ട ചർച്ചയായി എന്ന് തന്നെ പറയാം. CPM അതിന് കാര്യമായ മറുപടി ഒന്നും പറയാതെ മാറിയെങ്കിൽ പോലും താഴെത്തട്ടിൽ അമ്പലക്കള്ളന്മാർ പുറത്ത് എന്നൊരു ക്യാമ്പയിൻ UDF വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് BJPയുടെ പ്രചരണമാണ്. BJPയും വളരെ ശക്തമായി താഴെത്തട്ടിൽ അമ്പലക്കള്ളന്മാർ പുറത്ത് എന്ന് UDFന്റെ സമാനമായ രീതിയിലുള്ള ക്യാമ്പയിൻ മധ്യകേരളത്തിൽ സജീവമായി പ്രയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ BJPയുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ താഴെത്തട്ടിൽ ശക്തമായി പ്രവർത്തിക്കുക എന്നുള്ള നിലപാടാണ് BJP തുടക്കം മുതൽ സ്വീകരിച്ചത്. അവർ പറയുന്നത് തങ്ങൾ ജയിക്കുമെന്ന് കണ്ടാൽ LDF UDFും ഒരുമിച്ച് നിന്ന് തങ്ങളെ പരാജയപ്പെടുത്തും. അത്തരത്തിൽ വലിയ ഓളങ്ങൾ പുറത്തേക്ക് ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് BJP സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരംഗമുണ്ടെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. അത് പക്ഷേ കണക്കിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ശരി 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 ഷുക്കൂർ, ഞാൻ